സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് സ്വകാര്യ മേഖലകളിൽ നിലനിൽക്കുന്ന ഭിന്നശേഷി സംവരണത്തിലെ അപാകതകൾ പരിഹരിച്ച് സംവരണം നടപ്പാക്കണമെന്ന് DAWF ചെറുപുഴ പഞ്ചായത്ത് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ചെറുപുഴയിൽ നടന്ന കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് സ്വകാര്യ മേഖലകളിൽ നിലനിൽക്കുന്ന ഭിന്നശേഷി സംവരണത്തിലെ അപാകതകൾ പരിഹരിച്ച് സംവരണം നടപ്പാക്കണമെന്ന് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ DAWF ചെറുപുഴ പഞ്ചായത്ത് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം K. രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പുറത്ത് ഇന്നും സ്കൂളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് എയ്ഡഡ് സ്കൂളുകളാണ്, പ്രൈവറ്റ് സ്കൂളുകളാണ്. ഞങ്ങളുടെ അൺഎയ്ഡഡ് സ്കൂളുകളല്ല, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപകരുള്ള പ്രൈവറ്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ. ഈ എയ്ഡഡ് സ്കൂൾ പറഞ്ഞാൽ സഹകരണ ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. നമുക്കുള്ള സംവരണം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ മാത്രമായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സഹകരണ സ്ഥാപനങ്ങളിലോ എയ്ഡഡ് സ്കൂളുകളിലോ ഒന്നും തന്നെ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഉണ്ടായിരുന്നില്ല. വീണ്ടും സംഘടന ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭ രംഗത്തിറങ്ങുകയും ഏത് ഭരണമാണെന്ന് നോക്കാതെ പ്രക്ഷോഭ രംഗത്തിറങ്ങുകയും ശൈല ടീച്ചർ സാമൂഹ്യ നീതി മന്ത്രിയായപ്പോഴാണ് അൺഎയ്ഡഡ് സ്കൂളുകളിലടക്കം, എയ്ഡഡ് സ്കൂളുകളിലടക്കം സ്വകാര്യ സ്കൂളുകളിലും സഹകരണ ബാങ്കുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം, കമ്പനികൾ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം ഭിന്നശേഷി നിയമനക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് നിലവിൽ വന്നു. പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തെ സ്കൂൾ മാനേജർമാർ ഇപ്പോഴും ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല. PI യൂസഫ് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു, ലീലാമ്മ റോജി, സണ്ണി ചോക്കട്ട് എന്നിവർ പ്രസംഗിച്ചു. ഭിന്നശേഷി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, എല്ലാ ഭിന്നശേഷിക്കാരെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, സമയബന്ധിതമായി UDID കാർഡ് അനുവദിക്കുക എന്നീ പ്രമേയങ്ങളും കൺവെൻഷൻ അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.